യൂണിയൻ ബാങ്കിൻ്റെ അവരുടെ എക്കണോമിസ്റ്റുകൾ കൊടുത്തൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ കറൻസി, അതായത് അമേരിക്കൻ താരിഫും മറ്റുള്ള ഗ്ലോബൽ പ്രഷർ, എക്കോണമി എല്ലാം മാറ്റർ ചെയ്തിട്ട് മാർച്ച് ഫസ്റ്റോടുകൂടിയേ ഇന്ത്യൻ കറൻസി $1 90 ആവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബോഫ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കറൻസി ഏജൻസി ഉണ്ട്, അത് ഇന്ത്യൻ ബേസ്ഡ് ആണ്. അപ്പം അവർ പറഞ്ഞിരുന്നത് 2-3 മാസം മുമ്പ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇന്ത്യൻ കറൻസി പെട്ടെന്ന് $1 ഒരു ദിവസം കൊണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞു ഏകദേശം ഡിസംബറോടുകൂടി, അതായത് നവംബർ ഡിസംബറോട് ഫസ്റ്റ് വീക്കോടുകൂടി ഇന്ത്യൻ കറൻസി 84 രൂപയിലോട്ട് തിരിച്ചു വരും. അതും പോയി. അതായത് കാൽക്കുലേഷൻ മുഴുവനും പെട്ടെന്നാണ് മാറിയത്. ഒന്നാമത് ഗവൺമെൻറ് പറഞ്ഞിരുന്നു നവംബർ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കോടുകൂടി അമേരിക്കൻ പ്യൂണിറ്റീവ് ടാരിഫ്, ക്രൂഡുമായിട്ടുള്ള ടാരിഫ് ഇല്ലാതാകും. ഗവൺമെൻറ് അമേരിക്കയുടെ റെസിപ്രോക്കൽ ടാരിഫ് സൈൻ ചെയ്യും. അതായത് പോസിറ്റീവായിട്ടുള്ള വൈബ് മാർക്കറ്റിൽ കൊടുത്തു. അപ്പോൾ അത് നടക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് സ്പഷ്ടമായി. അതോടുകൂടിയാണ് ഈ സംഭവം പിറകിലോട്ട് പോയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്. ഈ റഷ്യൻ ക്രൂഡും ഇന്ത്യയുമായിട്ടുള്ള ഏറ്റവും വില കുറച്ചാണ് ഇന്ത്യക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ഈ മാസം 21-ാം തീയതി കുറച്ചുകൊണ്ട് വന്നിട്ട് പൂർണ്ണമായിട്ട് റിലയൻസ്, അവരുടെ 2 റിഫൈനറി ഉണ്ടെന്ന് യൂറോപ്പിലോട്ട് മറ്റുള്ള ക്രൂഡ് കൊണ്ടുവന്നിട്ട് അത് റിഫൈൻ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളോട്ട് മാത്രം കൊടുക്കുന്ന ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ട്, മറ്റുള്ള ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഈ റഷ്യൻ ക്രൂഡ് വളരെ വില കുറച്ച് കിട്ടുന്നു. അതിനുശേഷം വലിയ വിലയ്ക്ക്, മാർക്കറ്റ് വിലയ്ക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. അതില്ലാതായി. അപ്പം അതില്ലാതായപ്പോൾ ഫോറിൻ കറൻസി ആ ഒരു ഒഴുക്ക്, അതായത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ആ ഒഴുക്കങ്ങ് പെട്ടെന്ന് കട്ട് ഷോട്ടായി. അതോടുകൂടി ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും റിഫൈനറികൾ മുഴുവനും മാർക്കറ്റ് പ്രൈസിന് ഗ്ലോബലായിട്ട് ഓയിൽ എടുക്കേണ്ടി വരികയാണ്. അത് പെട്ടെന്നൊരു ജമ്പുണ്ടായി.